നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോറ്റി വളർത്തിയ കുട്ടിയ നിധി. ഈ വീട് അവക്കും അവകാശപ്പെട്ടതാ. മുമ്പ് ഞാൻ അവളെ പലതും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഇന്ന് ഞാൻ അതിൽ ഖേദിക്കുന്നു. എന്റെ തെറ്റുകള് എനിക്ക് തിരുത്തണം. അവക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ അവക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അമ്മായി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അല്ലേ അമ്മാവ? അതെ, നമുക്കെല്ലാവർക്കും കൂടി നാളെ തന്നെ ഈശ്വരമംഗലത്ത് പോയി അവരെ വിരുന്നിന് ക്ഷണിക്കാം. അതൊന്നും വേണ്ട ഏട്ടാ. അവരെന്നെ വിളിക്കാൻ ഇവിടെ വന്നതല്ലേ. ഞാൻ കൂടെ ചെല്ലാത്തതിൽ ഗൗതം മോന് വലിയ വിഷമായി കാണും. നിധി നമ്മുടെ കുട്ടിയായതുകൊണ്ട് കാര്യം മനസ്സിലാവും. പക്ഷേ ഗൗതമിനെ നീ അന്യനായി കാണണ്ട. അവനും നമ്മുടെ കുട്ടി തന്നെയാ. അമ്മ കരുതും പോലെ ഗൗതമേട്ടൻ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയല്ല. ഏട്ടൻ വലിയ ബിസിനസ്സുകാരനാ. ഇതൊക്കെ ഓർക്കാൻ എവിടെയാ സമയം? ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. നാളെ തന്നെ നമ്മൾ ഈശ്വരമംഗലത്തേക്ക് പോകുന്നു, അവരെ വിരുന്നിന് ക്ഷണിക്കുന്നു. അത്ര തന്നെ. അങ്ങോട്ട് അവകാശം പറഞ്ഞ് ചെല്ലരുതെന്ന വസുന്ധരയുടെ ഭീഷണി. എന്റെ വിഷമം ഞാൻ ആരോട് പറയും? മാഡത്തിന്റെ പ്ലാനിങ്ങാ ഇതെല്ലാം. എന്താ നടക്കുന്ന അവിടെ ചെല്ലുമ്പോ കാണാം. നാളെ ഞങ്ങൾ ചെല്ലുമ്പോ വസുന്ധര അവിടെ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ആ ചന്ദ്രികയ്ക്ക് എന്താ ഒരു ടെൻഷൻ? ഒന്നുമില്ല എടുത്തി. ഈ സബ്ജക്റ്റ് ഒക്കെ കണ്ടുപിടിച്ചവനെ ഓടിച്ചിട്ട് അടിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? യുവർ യൂസ്ലെസ്. ഹലോ നിഖിലേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷായി. എപ്പോഴും ഞാൻ അങ്ങോട്ടല്ലേ വിളിക്കാറ്. ഇന്ന് ആദ്യമായിട്ടാ നിഖിലേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നേ. സാധാരണ വിശേഷം പറയാറുള്ളത് താനാണ്. ഇന്ന് പറയാനുള്ളത് എനിക്കാ. ആണോ? എന്താ വിശേഷം? നാളെ നമ്മൾ തമ്മിൽ വീണ്ടും നേരിട്ട് കാണുക. ഓ നൈസ്. നിഖിലേട്ടൻ എന്റെ സ്കൂളിലേക്ക് വരുമോ? അല്ലേ അമിനി, ഞാൻ ഈശ്വരമംഗലത്തേക്കാ വരുന്നത്. ഗൗതമേട്ടനും ചേച്ചിയും ഇതുവരെ വിരുന്നിന് വന്നില്ലല്ലോ. അപ്പൊ അതിന് ക്ഷണിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ എല്ലാരും കൂടി വരുന്നത്. എന്റെ കൂടെ അമ്മ, അമ്മാവൻ, അമ്മായി എല്ലാരും ഉണ്ടാവും. വിരുന്നിന് ഏട്ടനെയും ചേച്ചിയും മാത്രമേ വിളിക്കുന്നുള്ളോ? എന്നെ വിളിക്കുന്നില്ലേ? വിളിച്ചാ വരുമോ? ഒന്ന് വിളിച്ചു നോക്ക്, അപ്പൊ അറിയാലോ. വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അതെന്താ? ഇതെന്റെ വീടല്ലല്ലോ, അമ്മായി വെച്ച വീടാ. ഇവിടെ എനിക്കും ചേച്ചിക്കും വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നത് അമ്മായിക്ക് ഇഷ്ടമല്ല. ഇന്നെന്തോ അമ്മായിക്ക് ചെറിയ മാറ്റം കാണുന്നുണ്ട് എന്ന് കരുതി വിശ്വസിക്കാനും പറ്റില്ല. വേണ്ട, ഞാൻ അവിടേക്ക് വരുന്നില്ല. പകരം നിഖിലേട്ടൻ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് എന്നെ വിളിക്ക്, ഞാൻ വരാം. ശരി. ആ പിന്നെ ഞങ്ങൾ വരുന്ന കാര്യം ഏട്ടനോടും ചേച്ചിയോടും പറയണ്ട. ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. പറഞ്ഞാ പിന്നെ അമ്മയുടെ ആന്റിയുടെ വക ഒരു 100 ചോദ്യം ഉണ്ടാവും. അതൊന്നും താങ്ങാൻ എനിക്ക് വയ്യ നിഖിലേട്ടാ. തന്റെ സംസാരം കേട്ട് നിൽക്കാൻ ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ എല്ലാരോടും സംസാരിക്കില്ല, പ്രത്യേകിച്ചും ബോയ്സിനോട് ഒരു ചമ്മല. ഞാനും വളരെ അടുപ്പുള്ളവരോടെ ഇങ്ങനെ സംസാരിക്കൂ. അപ്പോ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വിളിക്കൂ. എനിക്കും വലിയ ഇഷ്ടാ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ നിഖിലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തനിക്കിപ്പോ 3 സഹോദരന്മാരുണ്ടെന്നോ? ഗൗതമേട്ടൻ, പ്രണവേട്ടൻ, പിന്നെ ഞാൻ, അല്ലേ? എനിക്കും താൻ അനിയത്തി തന്നെ. ഓ വെരി നൈസ്. വേറെ
വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, നാളെ നേരിട്ട് കാണാം. ഉള്ള ഏട്ടന്മാരെ കൊണ്ട് തന്നെ സഹി കിട്ടും. അപ്പഴീ കുഞ്ഞേട്ടൻ. തൽക്കാലം ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ഏട്ടൻ സിൻഡ്രോം ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. സോറി 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 ഞാനൊന്നും കണ്ടില്ല. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ആ ഡോറ് തട്ടിയിട്ട് വരാത്ത എന്റെ മിസ്റ്റേക്കാ. ഞാനൊരു വെപ്രാളക്കാരനാ. മുമ്പ് മണ്ഡപത്തിൽ വെച്ചും ഇത് തന്നെ സംഭവിച്ചു. അത് സാരല്ല, ഞാൻ ഡോറ് ലോക്ക് ചെയ്തിരുന്നില്ലല്ലോ. അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഒന്നും തോന്നിയിട്ടില്ലല്ലോ? എന്നെ സമാധാനിപ്പിക്കാൻ പറയല്ലോ? അല്ല സർ, സാർ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണെന്ന് എനിക്കറിയാം. പക്ഷെ മുറിയിലേക്ക് കടന്നു വന്നതുപോലെ എന്റെ മനസ്സിലേക്ക് എളുപ്പം കടന്നു വരാന്ന് മാത്രം ചിന്തിക്കണ്ട. ഹലോ, ഞാൻ ഡോറിൽ മുട്ടാതെ വന്നതിന് ഇത്രയും വലിയ ഉപമയൊന്നും ആവശ്യമില്ല. ശരി, സാറിന്റെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്. വരൂ. ആ വിളിച്ചത് തന്റെ മനസ്സിലേക്കാണോ? ഏയ് അല്ല, അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഓഹോ, കുറെ ടെസ്റ്റുകളുണ്ട്. സാർ അതൊക്കെ പാസ്സാവണം. ഓഹോ, ഇനിയിപ്പോ അടിയൻ പഴയ പുരാണ കഥകളിലെ പോലെ വല്ല വില്ലു കുടിക്കേണ്ടി വരുവോ? അതോ മിസ്റ്റർ ഭീമസേനൻ ചെയ്ത പോലെ ഭവതിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം വല്ലതും കൊണ്ടുവരേണ്ടി വരുവോ? വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. എങ്കിൽ താൻ ആവശ്യപ്പെടാതെ തന്നെ ഞാനൊരു സമ്മാനം തരട്ടെ. സമ്മാനോ? അതെ, ആ സമ്മാനം തരുന്നതിന് മുമ്പ് ഞാൻ എന്റെ മനസ്സ് വെളിപ്പെടുത്താം. സാർ എന്നോടുള്ള സ്നേഹം തുറന്നു പറയാൻ തുടങ്ങുവാണോ? ആക്ച്വലി ഞാൻ ആ കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇതത് തന്നെ. സാർ എന്നോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞ ഞാൻ എന്തു മറുപടി പറയും? ഞാൻ പറയട്ടെ? എന്തായാലും തുറന്നു പറഞ്ഞോളൂ സർ. ഈശ്വര, ഇതത് തന്നെ. എന്റെ മനസ്സിലെന്തോ ചിത്രശലഭങ്ങൾ ചിറകടിക്കുന്നത് പോലെ തോന്നുന്നു. ഇതിനാണോ പ്രേമെന്ന് പറയുന്നത്? ഞാനിപ്പോ പറന്നു പോകുന്നു തോന്നുന്നു. താൻ കാരണമാണ് ഇന്നൊരു വലിയ ബിസിനസ് ഡീൽ നമുക്ക് കിട്ടിയത്. താൻ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? സാർ പറയാൻ വന്ന കാര്യം പറയൂ. യെസ് യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ്. കള്ളൻ. ഉള്ളു തുറക്കാൻ ഇങ്ങനെയുണ്ടോ ഒരു ചമ്മല്? ഈ ഡീൽ യാഥാർത്ഥ്യമായതിൽ എനിക്ക് തന്നോട് നന്ദിയും കടപ്പാടുമുണ്ട്. താങ്ക്സ് എ ലോട്ട്. സാർ അതൊക്കെ വീട്. പറയാൻ വന്ന കാര്യം മറന്നു പോകുന്നതിന് മുൻപ് വേഗം പറ. ഞാനിത് തന്നെ പറയാൻ വന്നത്. താൻ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? ഇല്ല ഇല്ല, ഞാനും ഇത് തന്നെയാ വിചാരിച്ചത്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല.